എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ദാമ്പത്യ ലൈംഗികതയിലെ പുരുഷ രോദനങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. ലൈംഗികതയുടെ കാര്യത്തിൽ തെറ്റിദ്ധാരണകൾ ചില്ലറയല്ല, പ്രത്യേകിച്ചും ദാമ്പത്യത്തിൽ. പൊതുവേ പുരുഷനാണ് ഇത്തരം കാര്യങ്ങളിൽ താല്പര്യം കൂടുതൽ എന്നതാണ് പറയപ്പെടുക. അതുപോലെ സ്ത്രീകൾക്ക് താല്പര്യക്കുറവും. സെക്സിൽ താല്പര്യമേറെ കാണിക്കുന്ന സ്ത്രീകളെ പുരുഷൻ മോശമായ രീതിയിൽ കാണുന്നു എന്ന ചിന്താഗതികളും പലർക്കുമുണ്ട്. ഇതിനാൽ തന്നെ പുരുഷന്റെ സെക്സ് താല്പര്യങ്ങൾ പലപ്പോഴും അവഗണിക്കപ്പെടാറാണ് പതിവ്. പലപ്പോഴും പുരുഷന്റെ താല്പര്യങ്ങൾ തെറ്റായി ധരിക്കപ്പെടാനും കാരണമാകും. എന്നാൽ ഇതൊന്നുമല്ല സത്യങ്ങൾ. ഇതിനാൽ തന്നെ പലപ്പോഴും തങ്ങളുടേതായ സെക്സ് താല്പര്യങ്ങൾ പുരുഷന്റെ കാര്യത്തിൽ പങ്കാളിയുടെ ഭാഗത്തു നിന്നും തിരിച്ചറിയപ്പെടാതെ പോകുന്നുമുണ്ട്. അതെ, ചില സമയങ്ങളിലും സ്ത്രീകൾ സെക്സിൽ മുൻകൈ എടുക്കണമെന്നാണ്, അതുപോലെ മേൽക്കൈ സ്ത്രീക്കാകണമെന്നും ആഗ്രഹിക്കുന്ന പുരുഷന്മാരുണ്ട്. ഇത്തരം പുതുമകൾ ഇടയ്ക്കെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുന്ന പുരുഷന്മാരും ഇഷ്ടപ്പെടുന്നവരും എല്ലാം ഉണ്ട്. ഇത് പുരുഷന് സെക്സ് മൂഡ് നൽകുന്നു, പുരുഷന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം സെക്സ് എന്നത് അവന്റെ പൗരുഷത്വത്തിന്റെ സൂചന കൂടിയാണ്. പങ്കാളിയിൽ നിന്നുള്ള നിസ്സഹകരണം പുരുഷന്റെ ഇത്തരം ആത്മവിശ്വാസത്തിന്റെ മുനയൊടിക്കുന്ന ഒന്നാണ് കേട്ടോ. അതുപോലെ തന്നെ പല സ്ത്രീകളും തങ്ങളെക്കുറിച്ച് പുരുഷന്മാർ എന്ത് കരുതുമെന്ന് കരുതി സെക്സിൽ താല്പര്യങ്ങൾ ഒളിച്ചു വെക്കുന്നവരും തുറന്ന് പ്രകടിപ്പിക്കാത്തവരുമുണ്ട്. ഇതിന്റെ ആവശ്യമില്ല. പുരുഷന്മാർ സ്ത്രീകളൊക്കെ സെക്സ് താല്പര്യങ്ങൾ എന്തൊക്കെയെന്നറിയാൻ താല്പര്യപ്പെടുന്നവരാണ്. നല്ലൊരു സെക്സ് ജീവിതത്തിന് ഇത് അത്യാവശ്യമാണ്. അല്ലാത്ത പക്ഷം സെക്സ് സംബന്ധമായ അസംതൃപ്തിയായിരിക്കും ഫലം. സെക്സിനെ കുറിച്ച് പങ്കാളിയിൽ നിന്ന് തുറന്ന സംസാരവും ചർച്ചകളും താല്പര്യ പ്രകടനങ്ങളും എല്ലാം ആഗ്രഹിക്കുന്നവരാണ് പുരുഷന്മാർ. എന്നാൽ മിക്കവാറും സ്ത്രീകൾ ഇക്കാര്യത്തിൽ തങ്ങളുടെ മനസ്സിലെ താല്പര്യങ്ങൾ തുറന്ന് പ്രകടിപ്പിക്കാൻ മടിക്കുന്നവരാണ്. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ സംസാരിക്കാനോ മടി കാണിക്കുന്നവരുമാണ്. ഇതെല്ലാം മോശമാണ് എന്ന സൈക്കോളജിക്കൽ രീതികളാണ് പ്രശ്നമുണ്ടാക്കുന്നത്. എന്നാൽ ഇത് സെക്സ് ജീവിതം കൂടുതൽ സുഖപ്രദമാകാൻ സഹായിക്കുന്ന ഒന്നാണെന്നാണ് സത്യം. അതുപോലെ സെക്സ് സമയത്തെ കണ്ണുകൾ. ഇത് സെക്സ് സമയത്ത് കണ്ണുകൾ അടക്കുന്നതാകും പല സ്ത്രീകളുടെയും സ്വഭാവം. എന്നാൽ ഇത് പുരുഷന്മാർക്ക് പൊതുവെ ഇഷ്ടമുള്ള കാര്യമല്ല. കണ്ണുകൾ അടക്കാതെ കണ്ണുകളിൽ നോക്കിയുള്ള സെക്സാണ് പുരുഷൻ താല്പര്യപ്പെടുന്നത് എന്ന് ഇത് സംബന്ധമായ പഠനം തെളിയിക്കുന്നുണ്ട്. കാരണം നോട്ടം കൊണ്ട് തന്നെ സെക്സ് താല്പര്യങ്ങൾ അനുഭവപ്പെടുന്ന കൂട്ടരാണ് പുരുഷന്മാർ. സെക്സ് സ്ത്രീകൾക്ക് കണ്ണു തുറന്ന് ആസ്വദിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും. ആശയവിനിമയം പോലെ തന്നെ നോട്ടത്തിന് സ്ത്രീ പുരുഷ ബന്ധത്തിൽ സ്ഥാനമേറെയുണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ സെക്സിൽ വ്യത്യസ്തത ആഗ്രഹിക്കുന്നവരാണ് പുരുഷന്മാർ. സ്ത്രീകളും മനസ്സോടെ സെക്സ് പരീക്ഷണങ്ങളിൽ പങ്കാളിയാകണമെന്ന് ആശ്രയിക്കുന്നവർ. പൊതുവെ സെക്സ് പരീക്ഷണങ്ങൾ താല്പര്യപ്പെടുന്നവർ. എന്നാൽ പങ്കാളി എന്ത് കരുതുമെന്ന് കരുതി ഇതിൽ നിന്ന് പുറകോട്ട് പോകുന്നവർ. ഇത്തരം സഹകരണം സ്ത്രീയിൽ നിന്നുണ്ടാകുന്നത് ഇവർക്ക് താല്പര്യമുള്ള കാര്യം തന്നെയാണ്. പരീക്ഷണങ്ങൾ എപ്പോഴും ഇരു പങ്കാളികൾക്കും താല്പര്യമുണ്ടെങ്കിൽ മാത്രം എന്നത് പ്രധാനമാണ്. എന്നു കരുതി താല്പര്യമില്ലാത്ത പരീക്ഷണങ്ങളിൽ സ്ത്രീകളെ ഭാഗമാക്കണമെന്നല്ല. ഇരുവർക്കും താല്പര്യമുള്ള വ്യത്യസ്ത സെക്സ് പരീക്ഷണങ്ങളും സെക്സ് പുതുമകളും ആകാം. അതുപോലെ ദാമ്പത്യത്തിൽ എന്ന പോലെ കിടപ്പറയിലും സഹവർത്തിത്വം ആവശ്യമാണ്. ഇത് പങ്കാളികളെ പരസ്പരം അടുപ്പിക്കുന്നു. പരസ്പരം വിട്ടുവീഴ്ചകളും പരസ്പര താല്പര്യങ്ങൾ അറിയുന്നതുമെല്ലാം നല്ല ദാമ്പത്യത്തിന്റെ മന്ത്രങ്ങളിൽ പെടുന്നവയാണ്. ഇതെല്ലാം ഇരു പങ്കാളികളും ശ്രദ്ധിക്കേണ്ടവയുമാണ്. ഇല്ലെങ്കിൽ ഇത് മാനസികമായി വരെ അലകൽച്ചയുണ്ടാക്കുന്ന ഒരു കാര്യമാകും. അതിനാൽ ഇത്തരം അവസ്ഥകൾ ഒഴിവാക്കുക.